നമസ്കാരം. പ്രധാന വാർത്തകൾ. PSC ചെയർമാനും അംഗങ്ങൾക്കും ഉയർന്ന പെൻഷൻ ഉത്തരവായി. സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്ന PSC ചെയർമാനും അംഗങ്ങൾക്കും ഉയർന്ന പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. കേരള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് വിശദീകരണം. പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം PSC അംഗമെന്ന നിലയിലെ സേവനകാലവും പരിഗണിക്കാമെന്ന് ഉത്തരവിൽ പറയുന്നു. വെള്ളിയാഴ്ചയാണ് സംസ്ഥാന പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഉത്തരവിട്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രം. പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ BSF ജവാന് വീരമൃത്യു. ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന രാംബാബു പ്രസാദാണ് മരിച്ചത്. സിവാൻ ജില്ലയിലെ ഗൗതം ബുദ്ധ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വാസിൽപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് രാംബാബു. 2 മാസം മുമ്പാണ് രാംബാബുവിന്റെ വിവാഹം കഴിഞ്ഞത്. രാംബാബുവിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ സംസ്കരിക്കും. മെയ് 9-നാണ് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ജവാന് പരിക്കേൽക്കുന്നത്. ആലപ്പുഴയിൽ ക്യാൻസർ രോഗിയടക്കം 6 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ. തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി 6 പേർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവരെല്ലാം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിരുന്നു. ഗർഭിണിയായ ആടിന്റെ മൂക്ക് നായ കടിച്ചു പറിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴ കരുമാടിയിൽ തെരുവുനായയുടെ കടിയേറ്റ 10ാം ക്ലാസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട മരത്തിലേക്ക് പാഞ്ഞു കയറി. യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ മാവേലിക്കരയിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. മാവേലിക്കര പ്രായിക്കര കുന്നിൽ വീട്ടിൽ പരേതനായ കാർത്തികേയന്റെയും സുമയുടെയും മകൻ കലേഷ് കാർത്തികേയനാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ഉമ്പർനാടുള്ള അമ്മ വീട്ടിൽ നിന്നും പ്രായിക്കരയിലുള്ള വീട്ടിലേക്ക് വരവേ കോടതിക്ക് സമീപമായിരുന്നു സംഭവം. നിയന്ത്രണം തെറ്റിയ ബൈക്ക് റോഡരികിൽ നിന്ന് മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. പിന്നാലെ വന്ന സഹോദരൻ വിഷ്ണുവിന്റെ ബൈക്ക് അപകടത്തിൽ റോഡിൽ വീണ് കിടന്ന കലേഷിന്റെ ബൈക്കിലിടിച്ച് മറിഞ്ഞു. ബൈക്കിൽ നിന്ന് വീണ വിഷ്ണുവിന് നിസ്സാര പരിക്കേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കലേഷിനെ ഉടൻ തന്നെ മാവേലിക്കര ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു കലേഷ്. പത്തനംതിട്ടയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. CPM നീക്കം ലക്ഷ്യം കണ്ടു. നിരണത്ത് ഭരണത്തിൽ നിന്നും പുറത്ത്. നിരണം പഞ്ചായത്തിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. CPM കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചു. പ്രസിഡന്റ് അലക്സ് ജോൺ പൂത്തുപ്പള്ളിനെതിരെയാണ് CPM അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും UDF അംഗവുമായ KP പുന്നൂസ്, സ്വതന്ത്ര അംഗമായ അന്നമ്മ ജോർജ് എന്നിവർ LDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് ഭരണം നഷ്ടമായത്.